എല്ലാവർക്കും എം കെ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ, സെയിൽ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുപ്പുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിനു വേണ്ടി 2 മൂലോടാണ് എടുത്തിട്ടുള്ളത്. ഈ ലെവലിൽ വരുന്ന ഭാഗം അടിവശത്തേക്കായിട്ടും മുകൾ ഭാഗത്ത് ഈ വെട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് മുകൾ ഭാഗത്തേക്കായിട്ടാണ് വരേണ്ടത് കേട്ടോ. ഇതേപോലെ ഈ വെട്ടുള്ള അറ്റത്ത് കാണുന്ന ഭാഗം മുകൾ ഭാഗത്തേക്കായിട്ടാണ് വരേണ്ടത്. ഇതേ രീതിയിലാണ് ഓട് വെക്കേണ്ടത്. ഇനി വിറക് വെക്കാനുള്ളൊരു ഹോൾ ഉണ്ടാക്കണം. അതിനു വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അത് കറക്റ്റ് ലെവലിൽ തന്നെ വന്നോളണമെന്നില്ല, എന്നാലും കഴിയുന്ന രീതിയിൽ ലെവലാക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ലെവലല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിറക് വെക്കാനുള്ളൊരു ഹോളുണ്ടായാൽ മതി. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓട് രണ്ടും നമുക്ക് ഒരേപോലെ വെച്ച് കൊടുക്കാം. ഇതേ രീതിയിലാണ് ഓട് വെക്കേണ്ടത്. ഇനി ഈ കാണുന്ന ഇടയിൽ കാണുന്ന 2 സൈഡിലും കാണുന്ന ഈ ഗ്യാപ്പില്ലേ, അത് മണ്ണ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കണം. അതിന് വേണ്ടി നല്ല പശയുള്ള മണ്ണാണ് ഇട്ടെടുത്തത്, കല്ലൊന്നുമില്ലാത്ത മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇത് സിമൻറ്റ് വെച്ചിട്ട് വേണമെങ്കിലോ അടക്കാം. ഞാനിപ്പോൾ ഇവിടെ മണ്ണാണ് എടുത്തത്. ഇത് അടിഭാഗം തൊട്ട് മുകൾ ഭാഗം വരെ ഒന്ന് അടച്ചു കൊടുക്കണം. 2 സൈഡും ഇതേപോലെ അടച്ചു കൊടുക്കുക. ഈ ഓടിൻ്റെ അറ്റത്ത് കാണുന്ന ഒരു വെട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അടക്കരുത്. ഈ ഗ്യാപ്പ് അടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ പുകയും തീയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 സൈഡും ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഈ വെട്ടുള്ള ഭാഗമല്ലേ 2 സൈഡിലും കാണുന്ന, അത് വഴിയാണ് കേട്ടോ പുകയും തീയൊക്കെ പോവുക. അതിന് വേണ്ടിയിട്ടാണ് അവിടെ മാത്രം ഗ്യാപ്പ് ഇടുന്നത്. അപ്പോൾ ഓട് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഈ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാവണം നമ്മൾ ഓട് വെച്ച് കൊടുക്കേണ്ടത്.
ബോർഡിൻ്റെ 2 ഷെയ്ഡും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. മുകൾ ഭാഗം ഒരു സൈഡ് കുറച്ചൊരു ചെരിഞ്ഞിട്ടാണ്, ഹൈറ്റ് കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ മണ്ണ് വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് ലെവലുള്ള ഓടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മുകൾ ഭാഗം ഈ ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ പാത്രം വെക്കുകയാണെങ്കിൽ പാത്രം ചെരിഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുന്നത്. കുറച്ചൊരു മണ്ണ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അടുപ്പിൻ്റെ പണി കഴിഞ്ഞ് ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഈ അടുപ്പുണ്ടാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് വിറകൊക്കെ വളരെ കുറച്ച് മതി. നമ്മൾ പിറ്റേ ദിവസമാണ് അടുപ്പിൽ തീയൊന്ന് മൂട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് തീ കത്തിക്കണം. എന്നാൽ തീ അടുപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി നമ്മൾ വെക്കുന്ന പാത്രം ഒന്ന് പെട്ടെന്ന് ചൂട് പിടിച്ച് കിട്ടണമെങ്കിൽ അടുപ്പൊക്കെ തണുത്ത് കിടക്കുകയായിരിക്കുമല്ലോ. അപ്പം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നല്ലോണം തീ കത്തിച്ചതിന് ശേഷം അപ്പോൾ ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത്. ദോശക്കല്ല് വെച്ച് ഞാൻ കല്ലൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ അടുപ്പിൻ്റെ രീതി. ഇതേപോലെ ആർക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എത്രക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തീയൊക്കെ നന്നായിട്ട് കത്തി പിടിക്കുന്നുണ്ട്, നന്നായിട്ട് കത്തുന്നുണ്ട് അടുപ്പിൽ. ഫസ്റ്റ് ഒന്ന് ചൂടായി കിട്ടാൻ കുറച്ചൊരു പണിയാണ്. ചൂടായി കിട്ടിയാൽ പിന്നെ നന്നായിട്ട് കത്തി പിടിച്ചോളും. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.